ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ്. വൈദ്യനാഥ ഭാവത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പണ്ടുകാലത്ത് ഉത്തര കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ക്ഷേമത്തിനായി തൊഴുതു വന്നിരുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണിത്. വൈദ്യത്തിൻ്റെ നാഥനാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ. ഇവിടെ വന്ന് ഭജനയോടുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രാർത്ഥിച്ചാൽ ഏത് മാറാവ്യാധിയും വിട്ടുമാറുമെന്നാണ് സങ്കല്പം. ശ്രീ അയ്യപ്പൻ, ശ്രീ ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ആറും ഞായർ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ്. മലയാള മാസത്തിലെ 6-ാം തീയതിയും ഞായറാഴ്ചയും ഒരുമിച്ച് വരുന്നതാണ് ആറും ഞായർ. ഇതൊരു വിശേഷ ദിവസമായി ഇവിടെ ആഘോഷിക്കുന്നു. തിരുവാതിര മറ്റൊരു പ്രധാന ആഘോഷമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പഴയ ലക്ഷ്മിപുരത്തിന്, അതായത് ഇപ്പോൾ തളിപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് മുൻവശത്തുള്ള കൊടും കാട്ടിൽ കാരസ്കരൻ എന്ന പേരായ ഒരു അസുരൻ ജീവിച്ചിരുന്നു. ഭസ്മാസുരൻ്റെ പുത്രനായ ഇയാളുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു നാൾ പരശുരാമൻ വനത്തിൽ കടന്ന് അസുരനിഗ്രഹം നടത്തി. അതിനുശേഷം കാട്ടിലൂടെ നടക്കുകയായിരുന്ന പരശുരാമൻ തേജോമയമായ ശിവലിംഗം കാണുകയും അത് യഥാവിധി പൂജിക്കുകയും ചെയ്തു. അപ്പോഴവിടെ എത്തിയ നാരദ മഹർഷി ശിവലിംഗത്തിൻ്റെ ഉദ്ഭവം പരശുരാമന് പറഞ്ഞുകൊടുത്തു. പണ്ട് സൂര്യബിംബത്തിനു വിഷബാധ ഏൽക്കുകയും തേജസ് മങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് പരിഹാരമെന്ത് എന്ന് ചിന്തിച്ചിരുന്ന സൂര്യന് മുന്നിൽ എത്തിയ ഒരു ഗരുഡൻ ഉപായം പറഞ്ഞുകൊടുത്തു. പാലാഴി മദന സമയത്ത് വാസുകി ഛർദ്ദിച്ച വിഷം ലോകരക്ഷാർത്ഥം ശിവൻ കുടിച്ചപ്പോൾ അതിൽ നിന്നും മുക്തനാകാൻ ശിവൻ വൈദ്യനാഥൻ എന്ന ആത്മലിംഗം തന്നെ ഉണ്ടാക്കി. പാർവതി സമേതനായി പൂജിച്ചു രോഗമുക്തനാവുകയും ചെയ്തു. അതിനാൽ ശിവൻ്റെ കൈവശമുള്ള ആ വൈദ്യനാഥലിംഗം സമ്പാദിച്ച് പൂജ നടത്തിയാൽ രോഗമുക്തി നേടാം. അതനുസരിച്ച് സൂര്യൻ ശിവനെ ധ്യാനിച്ച് ശിവനിൽ നിന്നും വൈദ്യനാഥലിംഗം സമ്പാദിച്ച് ലക്ഷ്മിപുരത്തിനടുത്ത് വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് പൂജിച്ചു. അതോടെ രോഗമുക്തി നേടുകയും ചെയ്തു. ആ മഹാശിവലിംഗമാണിത്. വിധി പോലെ ക്ഷേത്രം പണിത് പൂജിക്കുക എന്ന് പറഞ്ഞ് നാരദൻ മറഞ്ഞു. നാരദനിൽ നിന്നും ശിവലിംഗ കഥ കേട്ട പരശുരാമൻ വൈദ്യനാഥ ക്ഷേത്രം നിർമ്മിച്ചു. കാരസ്കരൻ എന്ന അസുരൻ മൂലമാണ് പരശുരാമൻ കാട്ടിലെത്തിയത്. അതുകൊണ്ട് ക്ഷേത്രം കാരസ്കരാലയം വൈദ്യനാഥ ക്ഷേത്രം എന്നറിയപ്പെട്ടു. പിന്നീട് ലോപിച്ച് കാഞ്ഞിരങ്ങാടായി. ഇല കഴിക്കാത്ത ഒരു കാഞ്ഞിരമരം ഇവിടെയുണ്ട്. സൂര്യദേവൻ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമായതുകൊണ്ട് ഞായർ പ്രധാന ദിവസമാണ്. രോഗമുക്തി നേടി അനേകം ഭക്തർ ഇവിടെ എത്താറുണ്ട്.